എനിക്ക് എടുക്കുന്ന എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടോ ആ ഒരു ബേജാറാണ്. ആരും തിരിഞ്ഞു നോക്കാതെ പോകരുത്. ഉപ്പയും ഉമ്മയും രോഗബാധിതർ, തുണയായുള്ളത് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏക മകൻ. എന്നാൽ 38-കാരനായ ഷിഹാബുദ്ദീൻ ഇന്ന് മിസ്സിംഗ് ആണ്. വിവിധയിടങ്ങളിൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും മകനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. മകനെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഈ വയോദമ്പതികൾ. വീട് വിട്ടിറങ്ങിയ തങ്ങളുടെ ഏക മകനെ കാത്ത് ഒരു മാസത്തോളമായി ഒരേ ഇരിപ്പാണ് ഈ ഉപ്പയും ഉമ്മയും. കഴിഞ്ഞ ഏപ്രിൽ 4-നാണ് മാനസിക പ്രയാസം നേരിടുന്ന 38-കാരനായ ഷിഹാബുദ്ദീനെ കാണാതാകുന്നത്. അന്നു മുതൽ അന്വേഷണത്തിലാണ് എടരിക്കോട് അരീക്കൽ പൂമടത്തിൽ സെയ്ദലവിയും. നടക്കുമ്പോൾ ഇവൻ ഓർമ്മ വരും, അപ്പം നെട്ടിയാണ് വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഉറക്കില്ല, ഇയാൾക്കില്ല. പെട്ടെന്ന് കണ്ടെത്തിയാലും ഞങ്ങൾ അറിയിക്കുക, എല്ലാ സ്റ്റേഷനിൽ അറിയിച്ചാലും മതി. ബന്ധുക്കളും നാട്ടുകാരും വിവിധയിടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷയുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ദിവസവും എന്തെങ്കിലും ജോലിക്ക് പോകും, എവിടെ പോയാലും വീട്ടിൽ തിരിച്ചെത്തും. ഇതാണ് പതിവ്. 3 പെൺകുട്ടികളടക്കം 4 മക്കളിൽ ഏക ആൺതരിയാണ് ഷിഹാബുദ്ദീൻ. എല്ലാ തലത്തിലും നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾ അന്വേഷണത്തിലാണ്. അപ്പോൾ എത്രയും വേഗം അവനെ കണ്ടുകിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത്. കോട്ടയ്ക്കൽ പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയ കുടുംബം വാർദ്ധക്യത്തിൽ തുണയായുള്ള മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിപ്പാണ്.